فيه من الآيات والذكر الحكيم. إلهي لا تعذبني فإني مقر بالذي قد كان مني، فكم من زلة لي في البرايا وأنت علي ذو فضل ومن. يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. മാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് ചേരൽ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഈമാൻ വർദ്ധിക്കുവാനും അല്ലാഹുവിലേക്ക് വളരെ കൂടുതൽ അടുക്കുവാനും അല്ലാഹുവിന്റെ ദീനിനോട് ഹൃദയം കൊണ്ട് അടുത്തിരിക്കെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലാ SKSF സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, അതിന്റെ പ്രവർത്തകന്മാർ, അവരുടെ മനസ്സിൽ അല്ലാഹു ഇഖ്ലാസും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖബൂലും അല്ലാഹു നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്ന ഒരു 2-3 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോടൊക്കെ ഓരോരുത്തരോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം the 3 things that strike your mind. പെട്ടെന്ന് റമദാൻ എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതാ, സ്വലാത്തുല്ല, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. റമദാൻ വരുമ്പോഴേക്കും എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? ഒന്ന് ഇഫ്താർ അല്ലേ, പിന്നെ ചാനലുകളും മീഡിയകളും കാര്യമായി നടത്തുന്ന പ്രോഗ്രാം കുക്കിംഗ് ഷോകളാണ്. റമദാനിന്റെ സ്പെഷ്യൽ അടകളും പൊരികളും ഒക്കെ. സുബ്ഹാനല്ലാഹ്, റമദാനിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? റമദാനിൽ നമ്മുടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് റമദാനിലാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. സംഗതി ഉച്ചനേരത്തെ ഒരു ലഞ്ചേ നമ്മൾ മിസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എത്ര ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്? ഒരു ലഞ്ചേ നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ അല്ലേ? നോമ്പ് തുറ നമുക്കൊരു ഡിന്നറായിട്ട്, ഏർലി ഡിന്നറായിട്ട് കണക്കാക്കാം. പിന്നെ നമ്മൾ അത്താഴം കഴിക്കുന്നുണ്ട്, അത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ, അതിന്റെ ഉച്ചയ്ക്കുള്ളൊരു ചോറും അല്ലെങ്കിൽ ഒരു ഉച്ചഭക്ഷണം. ഇത്രയേ മിസ്സാവുന്നുള്ളൂ. അതിന് റമദാനിൽ നമ്മുടെ ചെലവ് ഇരട്ടിയാവുകയാണ് അല്ലെ? റമദാനിൽ ചെലവ് കൂടുകയാണ്. റമദാൻ എന്നാൽ തിന്നുകയാണോ എന്ന ഒരു തരത്തിലേക്ക് നമ്മളെ ആരൊക്കെയോ ചിന്തിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, സംഗതി പട്ടിണി കിടക്കേണ്ട മാസമാണ്. റമദാൻ വിശപ്പറിയേണ്ട സമയമാണ്. അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു അതർഹിക്കുന്ന വിധത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, എന്തെങ്കിലും അള്ളാഹുലേക്ക് വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വേറൊന്നുമില്ല, വേറൊന്നും നിങ്ങൾക്ക് ഇവിടെ തരാനില്ല. അള്ളാഹുലേക്ക് നമുക്ക് അടുക്കണം അല്ലേ? അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന താബിഈങ്ങളിൽ പ്രമുഖനായ ഒരാൾ തന്റെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് കുറച്ച് കൊള്ളക്കാര് വന്ന് അവരെ കൊള്ളയടിച്ചു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, പരിചാരകരുണ്ട്, എല്ലാവരുടെ കയ്യിലുള്ള മുഴുവൻ സാധനവും കൊള്ളക്കാരെടുത്തു. അന്നൊക്കെ ധാരാളമുള്ള കാലമാണ്. വഴിയാത്ര ഭയങ്കര പ്രയാസമായിരുന്നു. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒന്നും കഴിക്കാൻ ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ഭക്ഷണവും മോഷ്ടാക്കൾ എടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. അവരെടുത്ത് ഭക്ഷിക്കുന്നു, വളരെ കൂളായിട്ട് എടുത്ത് ഭക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കള്ളന്മാരുടെ ഒരു സഈം, ഒരു നേതാവ് കൂട്ടത്തിലുണ്ട്. അവരുടെ ഹെഡ്, ഇയാള് ഭക്ഷണം കഴിക്കണില്ല, ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോ അപകടമൊന്നും ചെയ്തിട്ടില്ല. അവർ ഭക്ഷണം പിടിച്ചു പറിച്ചു, ഇവർ തിന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നിങ്ങളുടെ നേതാവാണോ അത്? അതെ. എന്താ അദ്ദേഹം ഈ ഭക്ഷണം തിന്നാത്തത്? അയാളോട് പോയി ചോദിച്ചു, എന്താ തിന്നാത്തത്? കൊച്ചു കള്ളന്മാർ ചെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമല്ല, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്റുഖു ബൈനി വ ബൈന റബ്ബി ബാബൻ.
ഹത്താ അദ്ഖുല അലൈഹി യൗമൻ മാ അത്റുകു ബൈനി വബൈന അല്ലാഹി ബാബൻ ഹത്താ അദ്ഖുല മിൻഹു ഇലൈഹി യൗമൻ മാ. ഞാനും എന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു വാതിൽ ഞാൻ തുറന്നു വെക്കുകയാണ്. എന്നെങ്കിലും ഒരു സന്മനസ് തോന്നുമ്പോ ആ വാതിലിലൂടെ എന്റെ റബ്ബിന്റെ അടുത്തൊക്കെ ഒന്ന് കയറി ചെല്ലാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പാണ്. കള്ളനാണെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. 2 വർഷങ്ങൾക്ക് ശേഷം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് ഈ മനുഷ്യൻ, ഈ കൊള്ളക്കാരുടെ നേതാവ്. അന്ന് അദ്ദേഹം നല്ല മനുഷ്യനായി വലിയ സാഹിദായിട്ട് മാറിയിട്ടുണ്ട്. കില്ല പിടിച്ച് കരയുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ മുഖം പരിചയപ്പെട്ടു. അങ്ങനെ ഇയാൾ യാ സുഹൈൽ അതഅരിഫുനി, എന്നെ ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. അതെ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മണ്ടോ ഞാൻ അന്ന് പറഞ്ഞത് അത്റുകു ബൈനി വബൈന അല്ലാഹി ബാബൻ, ഞാനും എന്റെ റബ്ബിന്റെയും ഇടയിൽ ഞാനൊരു കവാടം ഒഴിച്ചിടാണ്, എന്നെങ്കിലും അതിലൂടെ എനിക്ക് കയറി വരാമല്ലോ, അതുകൊണ്ട് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് വരാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിരിക്കുകയാണ്. ഞാനിപ്പോ നന്നായിട്ടുണ്ട്, പഴയ കള്ളത്തരൊന്നും എന്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്. റമദാൻ വരുമ്പോഴെങ്കിലും നന്നാവുന്ന ആളുകളുടെ, റമദാനാകുമ്പോ നിസ്കാരം, റമദാനാകുമ്പോ ഒരു നല്ല മനസ്സ്, റമദാനാകുമ്പോ വഞ്ചനയും തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കുന്നത്, എനിക്ക് തോന്നുന്നു അള്ളാന്റെ അടുത്തേക്ക് പോകണം എന്ന ചെറിയൊരു ഓർമ്മ എവിടെയോ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ആ ഓർമ്മ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണല്ലോ എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പോലെ അള്ളാഹു അതെങ്കിലും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നന്മയെക്കുറിച്ചൊരു ബോധം, എനിക്കെന്റെ പടച്ചവന്റെ അടുത്തേക്ക് പോകണം, അല്ലെ, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം എന്ന ഒരു ചിന്തയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റം വരണം. എങ്കിൽ ഹിദായത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ഉലമാ പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചോ? അള്ളാഹ്ക്ക് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബയുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഗാംബ്ലിംഗ്, അല്ലെ, മൈസിർ, ചൂതാട്ടത്തിൽ മുതലാളി പൈസ മുഴുവനും വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ പൈസയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചൂതാട്ടത്തിൽ. ഇനി ഒരു ഫിൽസ് പോലും കയ്യിൽ ബാക്കിയില്ല. അന്നേരം ഒരു തൗബ വരാനുണ്ട്, ഞാൻ ഇനി പണിക്ക് പോകൂല പടച്ചോനെ, ഇനി ഞാൻ ഈ പണിക്കില്ല. ആ തൗബയല്ല അള്ളാഹുവിന് വേണ്ടത്. കള്ളുകുടിച്ചു, മുദ്മിനു ഖംർ, മദ്യപാനം ശീലിച്ച് കരള്, ഹൃദയവും ശരീരവും നശിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു, ഇനിയൊരു മുറുക്ക് നിങ്ങൾ കള്ളുകുടിച്ചാൽ നിങ്ങൾ സംഗതി ഔട്ടായി പോകുന്നു പറഞ്ഞാൽ അപ്പൊ തൗബ ചെയ്ത് മടങ്ങാണ്, പടച്ചോനെ ഇനി ഞാൻ കള്ളുകുടിക്കൂല. ഇതല്ല അള്ളാഹുവിന് വേണ്ടിയുള്ള തൗബ. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് സംഗതി ഏതൊക്കെയോ വീഡിയോ ക്യാമറയിൽ പിടിച്ചിട്ട് നാട്ടുകാരെ അറിഞ്ഞു, പടച്ച തമ്പുരാനെ ഇനി ഞാൻ ഈ പണിക്കില്ല കേട്ടോ. ഇതല്ല തൗബ, ഇതല്ല അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യും. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടല്ല, ഒരു അപകടം പേടിച്ചത് കൊണ്ടല്ല, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. ഈ ചിന്തയാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ ഊതിവെച്ചത്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ അങ്ങനെ ഒരു മടക്കം അവനിലേക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നല്ല പശ്ചാത്താപം സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും നടത്തിയേക്കണം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദനയോടുകൂടെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. എല്ലാവരും പശ്ചാത്തപിച്ചേക്കണം. സൂറത്തുൽ മുഅ്മിനൂനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അച്ചടക്കം പഠിപ്പിക്കുന്ന ദീർഘമായ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളി. അള്ളാഹുലേക്ക് എല്ലാവരും പശ്ചാത്തപിച്ച് മടങ്ങിയേക്കണം. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന് വേണ്ടി പശ്ചാത്തപിച്ച് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു പറയാം. എന്താ? അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങളുടെ തിന്മകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ മാപ്പ് ചോദിക്കും, അള്ളാഹു പുറത്തു തരും. രാജ്യങ്ങളൊക്കെ ആംനസ്റ്റി പ്രഖ്യാപിക്കാറുണ്ട്, പൊതുമാപ്പ്. പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ രേഖയില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക്
ഒരു ലീഗൽ ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം, അല്ലെ? പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ ഗൾഫുകാരായ നമുക്കൊക്കെ അത് കേട്ടുപരിചയമുള്ള വാക്കാണ്. റമദാൻ അള്ളാഹു വെച്ചിരിക്കാൻ പൊതുമാപ്പാണ്. എന്തിന്? അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം. അള്ളാഹുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം. അതാണ് പൊതുമാപ്പ് കിട്ടണമെങ്കിൽ. ആള് രേഖ ഇല്ലാത്ത ഒരു മനുഷ്യൻ, കുറ്റവാളിയായ ആൾ നിയമത്തിന്റെ മുമ്പിലേക്ക് വരണം. ഞാൻ പിടികൊടുക്കണം, ഞാൻ തെറ്റുകാരനാണ്, മാപ്പ് തന്നേക്കണം, മാപ്പാണ്, നീ നാട്ടിലേക്ക് പോയിക്കോ. അള്ളാഹുവിന്റെ ആംനസ്റ്റിയാണ്, അള്ളാഹുവിന്റെ പൊതുമാപ്പാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. കുറച്ചു കാലേ നമുക്ക് ജീവിതമുള്ളൂ, വളരെ കുറച്ചു കാലം. ഈ കുറച്ചു കാലത്ത് എത്രയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ തെറ്റുകളും കൂട്ടി നോക്കിയാൽ തിന്മയുടെ ഗ്രാഫാണ് മുകളിൽ. യാ അല്ലാഹ്, ഓരോ വർഷവും അള്ളാഹു നമ്മെ സർവീസ് ചെയ്യാണ്, അല്ലെ? വണ്ടികൾക്കൊക്കെ മേജർ സർവീസുകൾ ഉണ്ടാവും, ശരിക്ക് ക്ലീൻ ചെയ്യാണ്, എല്ലാം തുടച്ചു നീക്കി ശുദ്ധമായി 11 മാസം അതാകുമ്പോഴേക്കും ഒരു റമദാൻ. ഇങ്ങനെ അള്ളാഹുമായുള്ള നമ്മുടെ അഹദ്, നമ്മുടെ ഉടമ്പടി പുതുക്കാനുള്ള അവസരം 3-4 ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു റമദാനിനെ സ്വീകരിച്ചിരുന്നത്? അവർ പറയാൻ, ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരാളോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ, ഒരു വെറുപ്പുണ്ടെങ്കിൽ, ഒരാളോടെങ്കിലും ഞങ്ങൾ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ ആ അവസ്ഥയിൽ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല ഈ പറയുന്നത്. മുഅ്മിനായ ഒരു മനുഷ്യനോട്, മുസ്ലിമായ ഒരു മനുഷ്യനോട് ഹൃദയത്തിൽ ദേഷ്യമുണ്ടായിരിക്കെ റമദാനിനെ പോലും ഞങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സ് റമദാനാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാം കഴുകി ശുദ്ധിയാക്കിയിരിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം അള്ളാഹുവിനെ മാപ്പാക്കി കൊടുക്കുക, ഇബാദുമായിട്ടുള്ള ബന്ധങ്ങൾ ക്ലിയർ ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ മിൻ അഖീഹി, ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിയ അവസ്ഥയുണ്ടെങ്കിൽ, മിൻ ഇർദി, അയാളുടെ അഭിമാനമാകാം, യാ അല്ലാഹ്, ഔ മാലിഹി, അയാളുടെ സമ്പത്താകാം. നമ്മളൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകും. ഇസ്തിഖ്ബാറിന് വേണ്ടിയാണ് മനുഷ്യന്മാർ ഗീബത്ത് പറയാൻ. ഇസ്തിഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എടുക്കാൻ. അല്ല, മൂപ്പരുടെ മറ്റേ വിഷയം എന്തായി, ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ന്യൂസ് എടുക്കാനായി ഗീബത്തൊക്കെ വരിക. അല്ല, മറ്റേത് എന്തായി, മറ്റേ വിഷയം എന്തായി? ഇസ്തിഖ്ബാർ, മനുഷ്യന്മാരുടെ അഭിമാനത്തിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുള്ളത്. ഔ മാലിഹി, അവന്റെ സമ്പത്തിൽ നിന്ന്. ഫൽയതഹല്ലൽഹുൽ യൗം, ഇന്നത്തെ ദിവസം അതിൽ നിന്ന് മോചനം സിദ്ധിച്ചേക്കണം. ഖബ്ല അൻ യുഖദ് യൗമ ലാ യകൂനു ദീനാറുൻ വലാ ദിർഹം, ഒരു ദീനാറോ ദിർഹമോ പകരം കൊടുക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തുന്നതിന്റെ മുമ്പ് ഇന്ന് തന്നെ തീർത്തേക്കണം. ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്. എന്ത്? ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയുർ റഹ്മ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളം കാണിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ശരീഅത്തിലുണ്ടോ? ഉണ്ട്, നമ്മുടെ ശരീഅത്തിൽ അതുണ്ട്. പക്ഷേ നമ്മുടെ ശരീഅത്തിലുണ്ട് അൽ ഐനു ബിൽ ഐൻ വൽ അൻഫു ബിൽ അൻഫ് വൽ ഉദ്ന ബിൽ ഉദ്ൻ, കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, മൂക്കിന് പകരം മൂക്ക് എന്ന നിയമം ഈ ലോകത്തുണ്ട്. പക്ഷേ നീ എങ്ങനെയാണോ ആളുകളുമായി ഇടപെടുന്നത് ആ രീതിയിലാണ് നാളെ അള്ളാഹു നിന്നോട് ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ, നീ ആളുകളോട് ചോദിച്ചതിന് പ്രതികാരം എടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ ചെയ്ത കുറ്റങ്ങൾക്ക് നാളെ അള്ളാഹു പ്രതികാരം എടുക്കും. സുബ്ഹാനല്ലാഹ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ, ഒരു ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഡ്രസ്സ് അവിടെ ആർത്തി വെച്ചിട്ടുണ്ട്. ഒരു കള്ളൻ എടുത്ത് ഓടി. യാ അല്ലാഹ്, അന്നൊക്കെ ഡ്രസ്സ് കിട്ടിയാൽ മതി, അതിന്റെ ഉള്ളിൽ മൊബൈൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അന്ന് ഡ്രസ്സ് തന്നെ ധാരാളമാണ്. എടുത്തോടി. ഡ്രസ്സ് പോയി എന്ന് കണ്ടപ്പോ അബൂ യസീദ് റഹിമഹുല്ലാ ഉടുത്ത മുണ്ടെടുത്തിട്ട് പിന്നാലെ ഓടി, കള്ളന്റെ പിന്നാലെ. നീ അവിടെ നിൽക്ക്, നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഉറപ്പാണ്, നീ ഒന്നും ചെയ്യ, അവിടെ നിൽക്കെന്ന് പറഞ്ഞു. കള്ളൻ അവിടെ നിന്നു. അബൂ യസീദ് റഹിമഹുല്ലാ ചെന്നിട്ട് പറഞ്ഞു, അല്ല, നീ ഈ എടുത്ത ഡ്രസ്സ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. അതിന് നിനക്ക് അള്ളാന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവരുത്, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നീ ചെയ്താൽ അള്ളാഹു നാളെ നിന്നോട് അതാ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു പറയും, നിനക്ക് ഞാൻ മാപ്പാക്കി തന്നു. യാ അല്ലാഹ്,
എന്റെ അബിദിനെ നീ മാപ്പാക്കി കൊടുത്തില്ലേ, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. എന്റെ മുഅ്മിനെ, വയറു മാത്രം വിശക്കുന്നതല്ല നോമ്പ്, ഖൽബ് ശുദ്ധിയാക്കാനുള്ളതാണ് നോമ്പ്. ലഅല്ലകും തത്തഖൂൻ. നോമ്പ് എന്തിനാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയും പാവപ്പെട്ടവന്റെ വിശപ്പറിയാൻ, മിസ്കീന്മാരുടെ അവസ്ഥ അറിയാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ. അൽഹംദുലില്ലാഹ്, അതൊക്കെ നോമ്പിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആണ്. നോമ്പിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു പറഞ്ഞ ലക്ഷ്യം എന്താ? എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനാണ്. പാവപ്പെട്ടവന്റെ വിശപ്പറിയണമെങ്കിൽ പാവപ്പെട്ടവനോട് നോമ്പ് നിൽക്കണ്ടെന്ന് പറയും. നിനക്ക് എന്തായാലും ഒരു ടേസ്റ്റ് അറിയുമല്ലോ, നീ നിൽക്കണ്ട. അല്ല, പാവപ്പെട്ടവനും നിൽക്കണം, മുതലാളിയും. അതിനർത്ഥം നോമ്പിന്റെ ലക്ഷ്യം പാവപ്പെട്ടവന്റെ വിശപ്പറിയലല്ല, അത് അതിന്റെ മറ്റു ലക്ഷ്യങ്ങളിൽപ്പെട്ടതാകാം. പക്ഷെ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ. വെള്ളവും പാനീയവും നിങ്ങൾക്ക് ഹലാലാണ്, അത് നോമ്പല്ലാത്ത പകലുകളിൽ നിങ്ങൾക്ക് ഹലാല് തന്നെ. മദ്യമല്ല കുടിക്കരുത്, പച്ചവെള്ളം കുടിക്കാൻ പാടില്ലല്ലോ റമദാനിന്റെ പകലിൽ, അല്ലേ? നോമ്പെടുക്കുന്ന അവസ്ഥയിൽ പാടില്ല, അത് ഹലാലാണ്. ജീവിതം മുഴുക്കയും ഹലാലായിരുന്ന സംഗതികൾ റമദാനിന്റെ 30 ദിവസത്തെ പകലുകളിലൂടെ അള്ളാഹു ഹറാമ് പോലെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞപ്പോ, അല്ലേ, ആ വസ്തുക്കൾ സ്വീകരിക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് ഹറാം എടുക്കുന്ന പോലെ ഹറാമ് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് ഹലാലിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമെങ്കിൽ ഹറാമിൽ നിന്ന് എന്തായാലും വിട്ടുനിൽക്കാൻ അത് നിങ്ങളെ സഹായിക്കണ്ടയോ? അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടി. ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കള്ളുങ്ങൾ എന്തായാലും കുടിക്കാൻ പാടില്ല. യാ അല്ലാഹ്, റമളാനിന്റെ പകലിൽ നിങ്ങൾക്ക് സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം ഹലാലാണ്, അതുപോലും റമളാനിന്റെ പകലിൽ പറ്റില്ലെങ്കിൽ വ്യഭിചാരം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? എന്ത് പ്രയാസമാ നിങ്ങൾക്കുള്ളത്? ലഅല്ലകും തത്തഖൂൻ, ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് തരുന്നത് അല്ലാഹു ജല്ല ജലാലുഹു. അപ്പോ റമളാനിനെ സ്വീകരിക്കണമെങ്കിൽ ഖൽബ് ശുദ്ധിയാക്കിയേക്കണം മുഅ്മിൻ, എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൾ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു വരുന്നപ്പോൾ അക്കൂട്ടത്തിൽ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു എന്തോ ചില വാക്കുകൾ ആർക്കയോ പറഞ്ഞതങ്ങട്ട് ഏറ്റ് റിപ്പോർട്ട് ചെയ്തു പോയി. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. സ്വന്തം മക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഏത് വാപ്പാക്ക് സഹിക്കാൻ പറ്റുമോ? കല്യാണം മുടക്കുന്ന ആൾക്കാരെ നാട്ടിലുണ്ട്. ഇത് കല്യാണം മുടക്കലല്ല നടന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉമ്മയാണ്. ആ പരിശുദ്ധയായ സിദ്ദീഖ് എന്നവരുടെ മകൾ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, സിദ്ദീഖയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അവരെ പറ്റി പറഞ്ഞപ്പോ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു പച്ചപ്പാവമായിരുന്നു. അവരെ സഹായിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സ്വന്തം മകൾ ആയിഷ ബീവിയുടെ പ്രശ്നം മുനാഫിക്കുകളും കപടവിശ്വാസികളും പറഞ്ഞു വരത്തിയപ്പോ ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. നമ്മളാണെങ്കിലും അങ്ങനെ പറയൂലേ? നമ്മളാണെങ്കിലും പറയൂലേ? നാട്ടിലൊക്കെ ഭയങ്കരമാണ് ഈ കല്യാണം മുടക്കൽ ആവേശ. ചില ആൾക്കാർക്ക് അന്വേഷിക്കുന്ന ആൾക്കാർ എങ്ങാനും ചെന്ന് പെടുന്നത് ഇയാളുടെ മുമ്പിലായിരിക്കും. എങ്ങനെ? അപ്പോ വേറെ ആരും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അത് മതി, നീ അതിനപ്പുറം എന്താ പറയാ? ഭയങ്കര വേദന ഉണ്ടാവും. കുടുംബങ്ങൾ തമ്മിൽ എന്തൊരു വൈരാഗ്യം ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകളോട് നമ്മുടെ മാനസിക ബന്ധം എന്താ? എന്തൊരു വെറുപ്പായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വ്യഭിചരിച്ചു എന്നാണ് ആരോപണം ഈ പറയുന്നത്. അന്നേരം പറഞ്ഞു, ഇനി മുതൽ മിസ്തഹിന് ഞാൻ അര ഫിൽസ് പോലും കൊടുക്കൂല, ഞാൻ ഇനി സഹായിക്കൂല. ആര് പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ ആയത്തിറങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅഹ അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീൻ والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. സിദ്ദീഖ് തങ്ങൾ ഓടി വന്നു, നബിയേ എന്നെ പറ്റിയാണോ ഈ പറഞ്ഞത്? നിങ്ങളിൽ അല്ലാഹു സമ്പത്തും സൗകര്യങ്ങളും കൊടുത്ത ആളുകൾ, പാവപ്പെട്ട ഹിജ്റ ചെയ്തു വന്ന ആളുകൾ, ഫക്കീറന്മാരും മിസ്കീന്മാരുമായ ആളുകൾക്ക് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയല്ല.
നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കിൻ, നിങ്ങൾ പുറത്തു കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ പടപ്പുകൾക്ക് പുറത്തു കൊടുക്കിൻ. പറഞ്ഞു വരുന്നത്, നമ്മൾ സൃഷ്ടികളോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് നാളെ പെരുമാറാൻ പോകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മാപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുടന്തനായ ഒരു മനുഷ്യൻ, രണ്ട് കാലില്ലാത്ത ഒരാൾ തന്നെ ആക്രമിച്ചാൽ മാപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെയല്ല. എണീക്കാൻ പറ്റൂല, പിന്നെ എന്ത് പ്രതികാരം? അല്ല, എല്ലാം കഴിയും. ഉരുളക്കുപ്പേര് കൊടുക്കാൻ പറ്റും, പക്ഷേ നമ്മളത് ചെയ്യല്ല. അള്ളാഹ്ക്ക് വേണ്ടി മാപ്പാക്കി കൊടുക്കും. റമദാനം വരുന്നു, നമ്മളൊക്കെ ശുദ്ധിയാവിൻ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കുറച്ച് പൈസ മോഷ്ടിച്ചു. അന്ന് ഈ പോക്കറ്റടിക്കാർ അന്നുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ 5 കാശ് കീശയിലില്ല. ആരോ പോക്കറ്റ് അടിച്ചതാണ്. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനാണവർ. വല്ലാത്ത കരച്ചിൽ. അപ്പൊ ചോദിച്ചു, ഇമാം എന്തിനായി കരച്ചിൽ? പൈസ പോയാ നമ്മൾ കരയോ? ചില ആൾക്കാർ കരഞ്ഞെന്ന് വരും, അല്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ കരച്ചിൽ അസാധാരണമാണ്. എന്തിനാണ് ഈ കരച്ചിൽ? മാനപ്പെട്ടവർ പറയാ, ദഖർതു മഖാമി വ മഖാമഹു ഇൻദല്ലാഹ് ഇൻദമാ ഉജാദിലുഹു അമാമ അല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയ ആളും ഞാനും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ തർക്കിക്കുമല്ലോ. പടച്ചോനെ, ഇവൻ എന്റെ ഹക്കെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ പറയുമ്പോ ഈ കൊണ്ടുപോയ കള്ളൻ അള്ളാന്റെ മുമ്പിൽ എന്ത് മറുപടി പറയാനുണ്ട്? അല്ലാഹ്, ഈ കള്ളന്റെ അവസ്ഥ എന്തായിരിക്കും നാളെ അള്ളാന്റെ മുമ്പിൽ? അവനെ ഓർത്ത് കരയാണ്. യാ അല്ലാഹ്, ഈ കള്ളനൊന്നും മറുപടി അള്ളാന്റെ അടുത്ത് പറയാനില്ല, ഉണ്ടാകൂലല്ലോ പടച്ചോനെ. ഈ കള്ളന്റെ കാര്യം അപകടമല്ല പടച്ചോനെ, ഇയാൾ എന്ത് പറയും അള്ളാന്റെ മുമ്പിൽ? മുഅ്മിനീങ്ങളെ, ഭയങ്കരമാണ്. ഇസ്ലാമിന്റെ അഖ്ലാഖ് ഭയങ്കരമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ, ഹഖും ബാത്തിലും വേർതിരിച്ചിരുന്ന മഹാൻ. സുബഹി നിസ്കാരത്തിന്റെ സമയത്താണ് ശത്രു വന്ന് കുത്തിയത്. ആ കുത്ത് വയറിന് ഒന്നാകെ കുടൽമാലകൾക്ക് ദ്വാരമായി രക്തമൊലിച്ചു വന്ന് ബഹുമാനപ്പെട്ടവരെ സ്വഹാബത്ത് താങ്ങി കൊണ്ടുപോയി കടത്തി. ബോധം തെളിഞ്ഞു വന്നപ്പോ ചോദിച്ചു, പടച്ചോനെ, എന്റെ സുബഹി നിസ്കാരം ഞാൻ ഖളാ കൂട്ടിയിട്ട് പൂർത്തിയാക്കിയില്ലല്ലോ, എനിക്ക് ഉദു കൊടുത്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ കടന്ന കടപ്പിൽ ഇരുന്നിട്ട് ആ സുബഹി പൂർത്തിയാക്കി. യാ അല്ലാഹ്, എന്നിട്ട് പറഞ്ഞു, എന്നെ കുത്തിയ ആള് മുസ്ലിമാണോ കാഫിറാണോ എന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു. നോക്കുമ്പോ ആള് മുസ്ലിമല്ല. അൽഹംദുലില്ലാഹ്, ഉമർ തങ്ങൾ ഉടനെ പറഞ്ഞ വാക്കതാ, അൽഹംദുലില്ലാഹ് ലം യജ്അൽ മൗതി അലാ യദി കാഫിരിൻ. പടച്ചവനെ, എന്റെ മരണത്തിന് കാരണമായതൊരു മുസ്ലിമാണെങ്കിൽ നാളെ ആ മുസ്ലിമും ഉമറും അള്ളാന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ മുസ്ലിമിന്റെ ഈമാനാണ് ഉമറിന്റേതേക്കാളും കൂടുതലെങ്കിൽ ഉമറിന്റെ നാളെ രക്ഷപ്പെടാൻ കഴിയൂല. അപ്പുറത്തുള്ള മുസ്ലിമാണെങ്കിൽ എന്നെ കൊന്നത് കാഫിറാണല്ലോ, അതുകൊണ്ട് ഉമറിന്റെ ഈമാനുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഉമർ കാഫിറല്ലല്ലോ, നാളെ ജയിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, ഇത് ചിന്തിക്കുന്ന മഹാൻ. ഇസ്ലാമിന്റെ മോറൽ നോക്കണം. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായവരാണ്. ഒരുപാട് കാലം ഇറാഖിലാ ജീവിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഖ്മുസാഹു ബിൽ അർശ്, അർശിനെ തട്ടി നിൽക്കുന്ന കാൽപാദമാണ് ബഹുമാനപ്പെട്ടവർക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരാൾ കൊള്ളടിച്ചു കൊണ്ടുപോയി. എന്ത് ചെയ്യും? നാഗ പൈസ നമ്മൾ ATM-ലൂടെ എടുക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ചീറ്റിങ്ങും ഓൺലൈൻ ഫ്രോഡൊക്കെ നടക്കുന്നത്. നേരെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കാലം. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് അസ്ഹാബ് കൂടെ കൂടിയിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അങ്ങോട്ട് ദ്വാരക്കിൻ, ആ കള്ളനെ ഇപ്പൊ കിട്ടണം, ആ കള്ളൻ തല കറങ്ങി വീഴണം, ആ കള്ളന്റെ തലക്ക് ഇടുത്തി വീഴണം, നിങ്ങൾ ദ്വാരന്നേക്ക് ഞങ്ങളെ കാമ്യം പറയാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോ പടച്ചോനെ ആ കള്ളനൊന്ന് കിട്ടിയാൽ എന്ന് പറയും. മുഅ്മിനീങ്ങളെ, എത്രയോ കൂലി കിട്ടുന്ന ഒരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. എന്തായാലും സംഗതി തിരിച്ചു കിട്ടൽ പ്രയാസമാണ്. എന്നാ പിന്നെ അതൊരു ഇബാദത്താക്കി മാറ്റിക്കൂടെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാനാണ് മുതലാളി, ഞാൻ ദ്വാരക്ക നിങ്ങൾ കാമ്യം പറഞ്ഞോളൂ. എന്താ ദുആ? അല്ലാഹുമ്മ, പടച്ചവനെ, ഇൻ കുൻത തഅലം, നിനക്കറിയുമെങ്കിൽ പടച്ചവനെ, അന്നഹു മുഹ്താജുൻ ഇലൈഹി, ഈ എന്റെ സമ്പത്ത് മോഷ്ടിച്ച കള്ളൻ ഈ പൈസ ആവശ്യമുണ്ടായിട്ട് കള്ളനാണെങ്കിൽ ഫബാരിക് ലഹു ഫീഹി, പടച്ചവനെ അയാൾക്ക് നീ ബറക്കത്ത് കൊടുക്ക് റബ്ബേ, ഈ കട്ട മുതലിൽ ബറക്കത്ത് കൊടുക്ക്. അയാൾക്ക് ആവശ്യം ഉണ്ടായിട്ടാണ് എടുത്തതെങ്കിൽ. വഇൻ കാന ഗൈറ മുഹ്താജൻ ഇലൈഹി, പടച്ചവനെ ഈ കള്ളന് എന്റെ പൈസന്റെ ആവശ്യമില്ലായിരുന്നു, വെറുതെ എന്നെ ഇടങ്ങേറാക്കാൻ എടുത്തതാണെങ്കിൽ
ഫജ്അൽഹു ആഖിറ ദംബിൻ ഫീ ഹഖ്ഖിക യാ അല്ലാഹ്. ഇത് ഈ മനുഷ്യൻ നിന്നോട് ചെയ്യുന്ന അവസാനത്തെ തെറ്റാക്കി കൊടുക്ക റബ്ബേ. ഇനി ഒരു തെറ്റിയാ നിനക്ക് ഇതിൽ ചെയ്യാൻ പാടില്ല, നന്നാക്കി കൊടുക്ക പടച്ചവനെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മിനിങ്ങളെ, ഈ മുൻഗാമികളുടെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ സംസ്കാരം മനസ്സിലാക്കേണ്ടത്. ഇവരിൽ നിന്നാണ് നമ്മൾ ഗുണവും നന്മയും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കുടുംബങ്ങളിൽ, ചങ്ങാതിമാരിൽ, സുഹൃത്തുക്കളിൽ, നമ്മളുമായി ഇടപഴകുന്ന ആളുകളിൽ, കച്ചവടത്തിന്റെ ഷെയർ കൂടിയ ആളുകളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ എന്തെല്ലാം നമ്മുടെ വീഴ്ചകളോ നമുക്ക് നഷ്ടങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ അള്ളാഹു ഉദ്ദേശിച്ച് മാപ്പാക്കി കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബലാ യാ റബ്ബ്, ഉണ്ട് പടച്ചവനെ, ഞാൻ കൊതിക്കുന്നു റബ്ബേ, നീ എനിക്ക് മാപ്പാക്കി തരണം, അല്ലാഹ് എനിക്ക് മാപ്പാക്കി താ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ് തങ്ങൾക്ക് മരിക്കും വരെ പിന്നെയും സഹായം തുടർന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളെ, ലഅല്ലകും തത്തഖൂൻ, അല്ലാഹുവിലേക്ക് വിളിക്കാണ് നമ്മളെ, നല്ല മനുഷ്യരായിട്ട്, ഹൃദയം തുറന്നവരായി. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അല്ലാഹുവിനെ സമീപിച്ച ആളുകൾക്കല്ലാതെ നാളെ രക്ഷയില്ല. അങ്ങനെ അല്ലാഹു നമ്മെ വിളിക്കുകയാണ് റമളാനിലൂടെ. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് ഈ റമളാൻ നമ്മുടെ ഹൃദയവും ശരീരവും എല്ലാം കഴുകി ശുദ്ധിയാക്കി മുത്തഖീങ്ങളായി ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ചേരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മിനിങ്ങളെ, വളരെ കുറച്ചേ ഉള്ളൂ, റമദാൻ എത്താറായി. 6 മാസത്തോളം മുൻഗാമികൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, പടച്ചോനെ റമളാനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ റബ്ബേ. 6 മാസം മുമ്പ് ദുആ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, 6 മാസം മുമ്പ്. മഹാനായ മഅല ബിനുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. 6 മാസം ഞങ്ങൾ ദുആ ചെയ്തു, പടച്ചോനെ റമളാൻ കൊണ്ട് റബ്ബേ, ഈ ഒരു റമളാനെങ്കിലും കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. റമളാൻ കിട്ടിക്കഴിഞ്ഞാൽ, റമളാനിലെ ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം പടച്ചവനെ ഞങ്ങൾ ആ റമളാനിൽ ചെയ്തതൊക്കെ നീ ഖബൂലാക്കണം കേട്ടോ റബ്ബേ, നീ അത് സ്വീകരിക്കണം റബ്ബേ, നീ അത് സ്വീകരിക്കണേ പടച്ചവനെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. യാ അല്ലാഹ്, റമളാൻ വരുന്നത്, സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. റമളാനിന്റെ വരവ് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. മുഅ്മിനീങ്ങൾക്ക് ഇത് കഴിയും. റമളാൻ എന്ന് വരുമ്പോഴേക്കും ഒരു ബേജാറാണ്. മുഅ്മിനേ, ഈമാനിന്റെ വിഷയത്തിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സുണ്ടായപ്പോഴാ മാസം കാണാൻ വേണ്ടി വന്നത്. യാ അല്ലാഹ്, റമളാനിന്റെ മാസം കാണാൻ 100 വയസ്സാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ അവസാന കാലം വഫാത്തായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമല്ലേ. 100 വയസ്സ് പുറത്തു വന്നിരിക്കുക. മഗ്രിബിന്റെ നേരത്ത് റമളാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങളെ ഒന്ന് പുറത്തിറങ്ങി നോക്കുക. സൗകര്യപ്പെടുന്ന ആളുകൾ മാസം കാണാൻ കഴിയുന്ന തുറസ്സായ സ്ഥലത്തുനിന്ന് പോയി നിൽക്കുക. സാധ്യതയുള്ള രാത്രി, അത് കൂലിയാണ്. നമ്മൾ നോക്കുക, ടി വി ഓൺ ചെയ്ത് റേഡിയോയിൽ പറയുന്നുണ്ടോ, ടി വി പറയുന്നുണ്ടോ, നമ്മളൊന്ന് പുറത്തിറങ്ങുക, കൂലിയാണ്. അനസ് റളിയല്ലാഹു 100ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി. യാ അല്ലാഹ്, അങ്ങനെ ഇരിക്കുമ്പോ മാസം കാണുന്നുണ്ടോ എന്ന് നോക്കുമ്പോ ചെറുപ്പക്കാർ ഒരുപാട്, ഖാദി ഇയാസ് റഹിമഹുല്ലാഹ് അടക്കമുള്ള പ്രഗത്ഭനായ ജഡ്ജാണ് ഖാദി ഇയാസ്, അവരൊക്കെ സദസ്സിലുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. 6 മാസം കാണില്ല, അനസ് റളിയല്ലാഹു അൻഹു മാത്രം കണ്ടു. അതാ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹു മാസം കാണേ. എല്ലാരും ആരും നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ ഏത് മാസമാണ് ഈ അനസ് റളിയല്ലാഹു അൻഹു കണ്ടത്? സുബ്ഹാനല്ലാഹ്, അന്ന് 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ആ പ്രായത്തിലാണ്. അപ്പൊ ഖാദി ഇയാസ് റഹിമഹുല്ലാഹ്, ജഡ്ജാണ് ഇയാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് തോന്നിയത് എന്തോ ഒരു സംഗതി കുഴപ്പമുണ്ട്. നേരെ ചെന്നിട്ട്